മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ എന്ന മലപ്പുറം ജില്ലയിലെ ചെറുപട്ടണത്തെ ദ മെഡിക്കൽ ഹബ് ഓഫ് കേരള, ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ആശുപത്രി. ലോകത്ത് ഇന്ന് നിലവിലുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളൊക്കെ തന്നെയും ഏതൊരു സാധാരണക്കാരനും താങ്ങാവുന്ന ചിലവിൽ ലഭ്യമാക്കി നൽകുന്ന ജനകീയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. 1990-ൽ മൗലാന ഹോസ്പിറ്റൽ സ്ഥാപിതമായ ആദ്യ നാൾ തൊട്ടു തന്നെ പ്രവർത്തന നിരതമായതാണ് അവിടുത്തെ ശസ്ത്രക്രിയാ വിഭാഗം. കഴിഞ്ഞ 3 ദശകങ്ങളിലേറെയായി അതിനൂതന ശസ്ത്രക്രിയാ രീതികൾ അനേകർക്ക് ലഭ്യമാക്കിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ സർജറി, GI എൻഡോ സർജറി, ബാരിയാട്രിക് ആൻഡ് മെറ്റബോളിക് സർജറി ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ സർജറി ഡിപ്പാർട്ട്മെന്റായി പരിണമിച്ചിരിക്കുന്നു. ഈ നേട്ടങ്ങളൊക്കെയും സ്വായത്തമാക്കിയത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ എന്ന ക്രാന്തദർശിയായ സ്ഥിരോത്സാഹിയായ സർജന്റെ പ്രയത്ന ഫലമായാണ്. ദൈവം കൈതൊട്ടനുഗ്രഹിച്ച മാന്ത്രിക കരങ്ങളാൽ അദ്ദേഹം സൗഖ്യമാക്കിയത് അനേകരെയാണ്. ഏതൊരു പാവപ്പെട്ടവനും സങ്കീർണ ശസ്ത്രക്രിയകൾ പ്രാപ്തമാക്കി നൽകിയപ്പോഴും ആധുനികതയുടെ അപ്പോസ്തലനായി അദ്ദേഹം കാലത്തിന് മുൻപേ നടന്നു. ശസ്ത്രക്രിയാ രംഗത്തെ വിപ്ലവമായിരുന്ന എൻഡോസ്കോപ്പിക് സർജറി എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വലിയ മുറിവുകളുണ്ടാക്കി ശരീരം തുറന്നുള്ള ശസ്ത്രക്രിയാ രീതിക്ക് പകരം താക്കോൽ ദ്വാരത്തിന്റെ വലിപ്പം മാത്രമുള്ള സുഷിരങ്ങളിലൂടെ പ്രത്യേക ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കടത്തി നടത്തുന്ന ശസ്ത്രക്രിയകളാണ്. 1990കളുടെ തുടക്കത്തിൽ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ രാജ്യത്ത് അതിന്റെ ശൈശവദശയിൽ മാത്രമുണ്ടായിരുന്ന കാലത്ത് 1993-ൽ 30 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ കേരളത്തിൽ ആദ്യമായി ഈ ശസ്ത്രക്രിയാ സമ്പ്രദായം അവതരിപ്പിച്ചു. ഒരു പ്രാർത്ഥന പോലെ തന്റെ പ്രൊഫഷനെ സമീപിച്ച ഡോക്ടർ ഇസ്മായിൽ സുദീർഘമായ തന്റെ വൈദ്യസപര്യയിൽ പിന്നിട്ട നാൾവഴികൾ സമാനതകളില്ലാത്തതായിരുന്നു. നാളിതുവരെ ലാപ്രോസ്കോപ്പിക് സമ്പ്രദായത്തിലൂടെ മാത്രം 1,25,000-ത്തിലധികം കേസുകളാണ് ഇദ്ദേഹം നിർവഹിച്ചത്. സ്വപ്നസമാനമായ ഈ വലിയ നേട്ടം കൈവരിക്കുക വഴി ഏഷ്യയിലെ തന്നെ സമുന്നതരായ ലാപ്രോസ്കോപ്പിക് സർജന്മാരുടെ ഇടയിലാണ് ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന് സ്ഥാനം. 12,000-ത്തിലധികം ലാപ്രോസ്കോപ്പിക് ഹെർണിയ റിപ്പയർ, 2,000-ത്തിലധികം ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറി, 200-ലധികം ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി ഫോർ ഡയബറ്റീസ്. ഇവയെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ എന്ന ഗണത്തിലെ ഓൾ ഇന്ത്യ റെക്കോർഡുകൾ കൂടിയാണ്. ക്യാൻസറിന്റെ സർജിക്കൽ ചികിത്സയിൽ മിനിമലി ഇൻവേസീവ് ഓങ്കോ സർജറിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നിരിക്കെ ലാപ്രോസ്കോപ്പിക് ഓങ്കോ സർജറി കേരളത്തിൽ ആദ്യമായി നിർവഹിച്ചു തുടങ്ങിയെന്നതും ഇദ്ദേഹത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ്. ഇതുകൂടാതെ 1000-ത്തിലധികം തൈറോയ്ഡ് സർജറീസ്, 12,000-ത്തിൽ പരം പൈൽസിനായുള്ള മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, കഴിഞ്ഞ 4 വർഷങ്ങളിൽ മാത്രം 1,500-ലേറെ പൈൽസിനുള്ള ലേസർ ഹെമറോയിഡക്ടമി, RFA, ലേസർ, ഫോം സ്ക്ലിറോതെറാപ്പി മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള 2,500-ലധികം വെരിക്കോസ് വെയിൻ സർജറീസ് തുടങ്ങി ഈ സർജന്റെ നേട്ടങ്ങളുടെ പട്ടിക വളരെ വളരെ വലുതാണ്. അമിതവണ്ണം ഒരു സൗന്ദര്യ പ്രശ്നം എന്നതിലുപരി ഒട്ടനവധി സങ്കീർണതകളിലേക്ക് നയിക്കുന്ന ആരോഗ്യ പ്രശ്നം കൂടിയാണ് എന്നത് പലപ്പോഴും വൈകി വരുന്ന തിരിച്ചറിവാണ്. അമിതവണ്ണത്തിന്റെ ശാശ്വത പരിഹാരമായ താക്കോൽ ദ്വാരത്തിലൂടെയുള്ള ബാരിയാട്രിക് സർജറി ലോകത്ത് ആവിർഭവിച്ചപ്പോൾ അതിന് കേരളത്തിൽ പ്രചുരപ്രചാരം നൽകിയത് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലാണ്. സ്ലീവ് ഗ്യാസ്ട്രക്ടമി, മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് തുടങ്ങിയ സർജറി ടെക്നിക്കുകളിലൂടെ ഒരു ജാലവിദ്യയിലെന്നോണം അഭൂതപൂർവമായ റിസൾട്ടാണ് ലാപ്രോസ്കോപ്പിക് ബാരിയാട്രിക് സർജറി നൽകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഇദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ വിധം പുതുജീവിതം തന്നെ ലഭിച്ച 2,000-ത്തിൽ പരം അമിതവണ്ണമുണ്ടായിരുന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അമിതവണ്ണത്തിനുള്ള ബാരിയാട്രിക് ശസ്ത്രക്രിയയുടെ ആജീവനാന്ത വിജയം ഉറപ്പിക്കൽ സുദീർഘമായ ഒരു പ്രക്രിയയാണ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും അർപ്പണ മനോഭാവത്തോടെയുള്ള മെഡിക്കൽ, പാരാമെഡിക്കൽ അംഗങ്ങളുള്ള ഒരു വലിയ ടീമിന്റെ പരിശ്രമം കൂടി ഇതിന് പിന്നിലുണ്ട്. വിശിഷ്യ ശസ്ത്രക്രിയാനന്തരവും കൃത്യമായ ഭക്ഷണക്രമം, മാനസിക സൗഖ്യം, വ്യായാമക്രമം ഒക്കെ ഉറപ്പുവരുത്താനായി ഡയറ്റീഷ്യൻ,
സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കോർഡിനേറ്റർ തുടങ്ങിയ ഒരു ടീമിന്റെ കൃത്യമായ ഫോളോ അപ്പുകളും ഇവരോടൊപ്പം നിർബന്ധമായും ഉണ്ടാകും. തന്റെ രോഗികളോടുള്ള പ്രതിബദ്ധത ശസ്ത്രക്രിയയിൽ മാത്രമായി ഡോക്ടർ ഇസ്മായിൽ പരിമിതപ്പെടുത്തുന്നില്ല. ഷേപ്പ് അപ്പ് എന്ന പേരിൽ ബാരിയാട്രിക് മെറ്റബോളിക് ശസ്ത്രക്രിയ കഴിഞ്ഞവരുടെയും അവരുടെ ബന്ധുക്കളുടെയും മാത്രമായ വാർഷിക സംഗമം 2013 മുതൽ മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റീസ് കെയർ സെന്റർ നടത്തിപ്പോരുന്നു. വളരെ വിപുലമായി. മുൻപ് ഇവിടെ നിന്നും വിജയകരമായി ഈ സർജറി കഴിഞ്ഞ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവർ ഒത്തുചേരുന്നു. തങ്ങളുടെ അനുഭവങ്ങൾ, സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇത്തരമൊരു ഉദാത്ത മാതൃക ഒരു വേള ലോകത്ത് മറ്റൊരു ആശുപത്രിയിലും കണ്ടുവന്നു വരില്ല. ബാരിയാട്രിക് ശസ്ത്രക്രിയാ വിധേയരിൽ ഭൂരിഭാഗത്തിന്റെയും പ്രമേഹ രോഗം കൂടി പൂർണ്ണമായി ഭേദപ്പെടുന്നതായി വൈദ്യശാസ്ത്ര ലോകം തിരിച്ചറിഞ്ഞു. പാൻക്രിയാസിനൊപ്പം ആമാശയം, കുടൽ എന്നിവയിലെ പലവിധ ഹോർമോണുകളും പ്രമേഹരോഗ നിയന്ത്രണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായി ലോകത്തെ തുടർ പഠനങ്ങൾ തെളിയിച്ചു. അങ്ങനെ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടതും കൂടാതെ മറ്റ് പലവിധ അനിയന്ത്രിത പ്രമേഹരോഗത്തിനുമുള്ള വിപ്ലവകരമായ ചികിത്സാ മാർഗമായി ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി ലോകത്ത് അംഗീകരിക്കപ്പെട്ടു. ഈ നൂതന ശസ്ത്രക്രിയ ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചവരിൽ പ്രധാനിയാണ് ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. ലാപ്രോസ്കോപ്പിക് മെറ്റബോളിക് സർജറി പ്രമേഹത്തിന് നൽകുന്നത് ശാശ്വത പരിഹാരമാണ്. നാളിതുവരെ മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇസ്മായിൽ ആൻഡ് ടീം നിർവഹിച്ചത് 200-ലേറെ ഇത്തരം ശസ്ത്രക്രിയകളാണ്. വൈദ്യരംഗത്തെ ഇന്ത്യ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല്. കുടലിറക്കം എന്ന് സാധാരണ ഭാഷയിൽ പറയുന്ന ഹെർണിയ, ഇൻക്വേനൽ, ഫെമറൽ, എപ്പിഗാസ്ട്രിക് തുടങ്ങി പല വിധമുണ്ടാകാം. ഇത്തരം ഏത് ഹെർണിയ ശസ്ത്രക്രിയകളും പൂർണ്ണമായും താക്കോൽ ദ്വാരത്തിലൂടെ ചെയ്യുക വഴി ഡോക്ടർ ഇസ്മായിൽ കേരളത്തിൽ സൃഷ്ടിച്ചത് മറ്റൊരു വൈദ്യശാസ്ത്ര വിപ്ലവമാണ്. രോഗികൾക്ക് സമയലാഭം, സാമ്പത്തിക ലാഭം, ഉന്നത ഗുണനിലവാരം എന്നിവ ഉറപ്പാക്കുന്ന വിപ്ലവം. കൺവെൻഷണൽ രീതിയിലുള്ള ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് ദിവസങ്ങൾ നീണ്ട ആശുപത്രിവാസം വേണ്ടിവരുമ്പോൾ ഒരു ഔട്ട് പേഷ്യന്റ് പ്രൊസീജിയറിന്റെ ലാഘവത്തോടെ ലാപ്രോസ്കോപ്പിക് ഹെർണിയ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. 12,000-ലധികം കേസുകൾ ഈ വിധം നിർവഹിക്കുക വഴി ഇന്ത്യയിൽ ഏറ്റവും അധികം ലാപ്പ് ഹെർണിയ റിപ്പയർ ചെയ്ത സർജൻ എന്ന ഖ്യാതിയും ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന് സ്വന്തം. മനുഷ്യന്റെ വയറിനകത്തോ അന്നനാളം മുതൽ കുടലറ്റം വരെയോ ഉള്ള ഒരവയവവും ഇദ്ദേഹത്തിന്റെ ലാപ്രോസ്കോപ്പിക് കരങ്ങൾക്ക് വഴങ്ങാത്തതായില്ല. തന്റെ ഗുരുനാഥൻ കൂടിയായ ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ കുലപതി ഡോക്ടർ JB അഗർവാളിന്റെ ആപ്തവാക്യം ഇമാജിനേഷൻ ഈസ് ദ ലിമിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. പ്രൈമറി ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഓങ്കോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് കൺസർവിംഗ് സർജറി, നോട്ട്സ്, നാച്ചുറൽ ഓറിഫൈസ് എൻഡോലൂമിനൽ സർജറി, സിൽസ്, സിംഗിൾ ഇൻസിഷൻ ലാപ്രോസ്കോപ്പിക് സർജറി, സ്റ്റാർ, സ്റ്റാപ്പിൾ ട്രാൻസ് ആനൽ റെക്ടൽ റിസെക്ഷൻ തുടങ്ങി എല്ലാ അത്യാധുനിക ശസ്ത്രക്രിയകളും മിനിമലി ഇൻവെസീവ് സർജിക്കൽ പ്രൊസീജിയറും ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ സെന്റർ ഓഫ് എക്സലൻസ് കൂടിയാണ് ഡോക്ടർ ഇസ്മായിലിന്റെ നേതൃത്വത്തിലെ മൗലാന ഹോസ്പിറ്റൽ ശസ്ത്രക്രിയാ വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലെ ഗവേഷകൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ അതിനായി ഒരു ഗവേഷണ വിഭാഗം തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ക്രമീകരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ആധികാരിക ഇന്റർനാഷണൽ സർജറി ജേണലുകളിൽ മാത്രം 15-ലേറെ പ്രബന്ധങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രബന്ധങ്ങൾ മറ്റ് ജേണലുകളിലും, കൂടാതെ ഡസൻ കണക്കിന് ഇന്റർനാഷണൽ കോൺഫറൻസുകളിലെ പേപ്പർ പ്രസന്റേഷനുകളും അന്തർദേശീയ, ദേശീയ ബെസ്റ്റ് പേപ്പർ അവാർഡുകളും ഇദ്ദേഹത്തിന്റെ അദ്വിതീയ അക്കാദമിക നേട്ടങ്ങളാണ്. ഒരു തപസ്യ പോലെ വിജ്ഞാന വൈദഗ്ധ്യം തേടി ഗുരുക്കന്മാരെ തേടിയുള്ള സുദീർഘമായ പ്രയാണമായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിൻ്റേത്. ദശകങ്ങൾ നീണ്ട ആ അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഡോക്ടർ ഇസ്മായിൽ തന്റെ പ്രവൃത്തി പന്ഥാവിലെ ഉന്നതങ്ങളിലെത്തിയത്. ആയതിന്റെ ഒരു സ്വാഭാവിക പരിണതി എന്നോണം അദ്ദേഹത്തെ തേടിയെത്തിയ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും അനവധിയാണ്. അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ ASI-യുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ, ASI കേരള ഘടകത്തിന്റെ 2024-25 ചെയർമാൻ എലക്ട്,
ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് സർജറി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും ഏഷ്യ പസഫിക് ഹെർണിയ സൊസൈറ്റിയുടെയും ഫൗണ്ടർ എക്സിക്യൂട്ടീവ് മെമ്പർ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ ദ സർജറി ഓഫ് ഒബിസിറ്റി ആൻഡ് മെറ്റബോളിക് ഡിസീസസ് ലൈഫ് മെമ്പർ, FICS, FMAS മുതലായ ഉന്നത ഫെലോഷിപ്പുകൾ തുടങ്ങി അമേരിക്കൻ സൊസൈറ്റി മെമ്പർഷിപ്പ് ഉൾപ്പെടെ ആധികാരിക സർജിക്കൽ ബോഡികളുടെ 2 ഡസനിലേറെ അന്തർദേശീയ ദേശീയ ഫെലോഷിപ്പുകളും ലൈഫ് മെമ്പർഷിപ്പുകളും അദ്ദേഹത്തെ തേടിയത്. ശസ്ത്രക്രിയയുടെ ബാലപാഠങ്ങൾ തനിക്ക് പകർന്നു നൽകിയ സ്വന്തം ഗുരുക്കന്മാർക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയുടെ സങ്കീർണതകൾ തിരികെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക എന്ന അപൂർവമായ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ടായി. ടീം വർക്ക് ഈസ് ദ കീ ടു സക്സസ് എന്ന തത്വമാണ് ഡോക്ടർ ഇസ്മായിലിന്റെ പ്രവൃത്തി മന്ത്രം. സഹസർജന്മാരായ ഡോക്ടർ മഹേഷ് രാജഗോപാൽ, ഡോക്ടർ ദിലീപ് നാഗരാജ്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിബദ്ധതയുള്ള അനസ്തേഷ്യോളജിസ്റ്റുമാർ, മറ്റ് ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ന്യൂട്രീഷനിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, റിസർച്ച് അസിസ്റ്റന്റ്, കോർഡിനേറ്റേഴ്സ്, ഓഫീസ് സ്റ്റാഫ് തുടങ്ങി ഒരു വലിയ ടീം ഏക മനസ്സോടെ സർവസന്നദ്ധരായി ഡോക്ടർ ഇസ്മായിലിനൊപ്പം സദാ നിലകൊള്ളുന്നു. ഒപ്പം മൗലാന ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കലവറയില്ലാത്ത പിന്തുണയും. കേരളത്തിലെ ബൃഹത്തായ ഏറ്റവും ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സാണ് മൗലാന ഹോസ്പിറ്റലിലേത്. അന്തർദേശീയ നിലവാരത്തോട് കിടപിടിക്കുന്നത്. ഇവിടുത്തെ 10-ൽ 10 തിയേറ്ററുകളും മിനിമൽ ഇൻവേസീവ് സർജറിക്കായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു അപൂർവതയാണ്. ഇങ്ങനെ ദീർഘവീക്ഷണമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാനേജ്മെന്റുമായി ചേർന്ന് ഡോക്ടർ ഇസ്മായിൽ ഇവിടെ രചിക്കുന്നത് പുതുചരിതമാണ്. ഏതൊരു പാവപ്പെട്ടവനെയും ചേർത്ത് പിടിക്കുന്ന ഹൃദയ വലിപ്പത്തിൻ്റേത് കൂടിയായ ചരിതം. മൗലാന ഹോസ്പിറ്റലും അവിടുത്തെ സർജറി ഡിപ്പാർട്ട്മെന്റും പരസ്പര പൂരകങ്ങളാണ്. ഉടൻ ആരംഭിക്കാൻ പോകുന്ന സർജറി DNB കോഴ്സ് ഈ കൂട്ടായ്മയുടെ സമീപകാല സുവർണ നേട്ടവും. ഇന്ന് വികസിത രാജ്യങ്ങളെ കണക്കെ ശസ്ത്രക്രിയകൾ എന്തും ഏതും താക്കോൽ ദ്വാരത്തിലൂടെ ചെയ്യുന്നിടത്തേക്ക് കേരളം മാറിയതിനു പിന്നിൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ എന്ന ശസ്ത്രക്രിയാ മാന്ത്രികന്റെ കയ്യൊപ്പുണ്ട്. ഇന്ന് ഒട്ടനവധി പുതുതലമുറ സർജന്മാർ ഇദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അതിവൈദഗ്ധ്യ മേഖലയിലേക്ക് കടന്നുവരുമ്പോൾ അവരുടെയെല്ലാം പ്രത്യക്ഷ പരോക്ഷ ഗുരുവായി മാർഗദർശിയായി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ നിലകൊള്ളുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന അതിനൂതന ചികിത്സാ സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്ന, ശസ്ത്രക്രിയാ രംഗത്ത് നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ച കേരളത്തിന്റെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് എന്ന തലയെടുപ്പോടെ